ഇവര് എല്ലാവരും കൂടി ആൾദൈവമാക്കാൻ ശ്രമിക്കരുത് കേട്ടോ. ആൾദൈവം എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ആത്മീയ ജീവിതം നയിക്കുന്നവർ എന്തുകൊണ്ട് തെറി വിളിക്കുന്നതാണ് പോയിന്റ് ചോദിച്ചത്. ആൾദൈവങ്ങളാണ്, ആൾദൈവമല്ല. എന്റെ ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത്? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഭാഷകളാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ് നിങ്ങളുടെ ആത്മീയത? ഞങ്ങളല്ല, ദേവിയാണ് പറഞ്ഞത്. ദേവിയാണ് പറഞ്ഞത്, ഞങ്ങളല്ല പറയുന്നത്. ദോഷമാണ്. അതിന് ചേച്ചി എന്തിനാ കരയണ്? അങ്ങനെയല്ല അവര് പറഞ്ഞിരിക്കുന്നത്. ചേച്ചി കരയില്ലേ? ദേവി പറയട്ടെ, ദേവി പറയട്ടെ. ദേവി പറയൂ, ചേച്ചി കരയില്ലേ? എന്താണ് ആത്മീയത? ആത്മീയത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേച്ചി കരയില്ലേ? ചേച്ചിയല്ല, ചേച്ചി പറയട്ടെ, ദേവി പറയട്ടെ. അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനിവിടെ കാണാൻ വന്ന ഒരാളാണ്. ചേച്ചിയോട് ചോദിക്കുമ്പോ പറയാം. നിങ്ങള് സമൂഹത്തെ മിസ്ലീഡ് ചെയ്യുമ്പോ വീണ്ടും മിസ്ലീഡ് ചെയ്യപ്പെടുകയാണ്. ഞാൻ എനിക്കറിഞ്ഞ തിരിച്ചറിവ് അവരെ എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, ഇവര് ഒരു ആത്മീയ ഗുരുവായിട്ടല്ല എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിന്റെ തിരിച്ചറിവുകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അധികാരത്തിന്റെ സമൂഹത്തിന് മുന്നോടിയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതൊരു ദേവിയായിട്ട് ഇവർ പറഞ്ഞിട്ടില്ല. ഇവര് നിങ്ങളാണ് ദേവിയാക്കുന്നത്. അല്ല, നിങ്ങളും എന്നെ ഒരു ഗുരുദേവിയാക്കും. ഞാൻ സംസാരിക്കട്ടെ. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ പ്രതികരിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദുഃഖത്തിന്റെ പേരിലാണ് സംസാരിക്കട്ടെ. ഇവരെ ഒരു സന്യാസിനിയായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. മീഡിയ എല്ലാവരും പുറത്തേക്ക് പോകും പ്ലീസ്. മീഡിയ എല്ലാവരും പുറത്തേക്ക് പോകും. ഒരു 5 minutes കഴിഞ്ഞു. അവർ പറഞ്ഞോട്ടെ. As usual, they can do. That is their freedom. അല്ലല്ല, നിങ്ങൾ എന്തിനാ അവരെ പ്ലാൻ ചെയ്യില്ലേ? നിങ്ങൾ നാളെ ഓരോ സിനിമ ഇറക്കാൻ പോകുന്നവരാണ്. അപ്പൊ അവർക്ക് അവരുടെ റൈറ്റ് ഉണ്ട്. ദാറ്റ് ഈസ് നോട്ട് ബഹളമൊന്നും വന്നിട്ടില്ല. അവര് റീൽസ് എടുത്തതാണ്. മീഡിയസ് എന്താണത്?